all, welcome to iPlus. ഞാൻ അക്ഷര. CTET ജൂലൈ 2024 നോട്ടിഫിക്കേഷൻ വന്നിട്ടുണ്ട്. CTET എക്സാമിനെ കുറിച്ച് അറിയാലോ. സെൻട്രൽ ടീച്ചേഴ്സ് എലിജിബിലിറ്റി ടെസ്റ്റ് ആണ്. നമുക്ക് സെൻട്രൽ ലെവലിലുള്ള ടീച്ചിങ് പോസ്റ്റുകളിലേക്ക് അപ്ലൈ ചെയ്യാനായിട്ട് കേന്ദ്ര വിദ്യാലയ, നവോദയ, അതുപോലെ EMRS ഇതൊക്കെ നമുക്ക് അപ്ലൈ ചെയ്യണമെങ്കിൽ എസെൻഷ്യൽ ആയിട്ടുള്ള ഒരു ക്വാളിഫിക്കേഷൻ ആണ്. അപ്പോൾ ഈ ഒരു പരീക്ഷയെക്കുറിച്ച് ബേസിക് ആയിട്ട് അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങളാണ് ഈ ഒരു വീഡിയോയെക്കുറിച്ച് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പം എങ്ങനെയാണ് നമ്മുടെ ഓൺലൈൻ ആപ്ലിക്കേഷൻ സബ്മിറ്റ് ചെയ്യേണ്ടത്? അപ്പോൾ ഓൾറെഡി നമുക്ക് അപ്ലൈ ചെയ്യാനുള്ള വിൻഡോ ഓപ്പൺ ആയിട്ടുണ്ട്. അപ്പോൾ അപ്ലൈ ചെയ്യാനുള്ള സ്റ്റെപ്സ് വളരെ സിമ്പിളായിട്ട് ഡിസ്ക്രൈബ് ചെയ്തു തരാം. നിങ്ങൾക്ക് ഇത് ഫർദർ ആയിട്ട് എന്തെങ്കിലും ക്ലാരിഫിക്കേഷൻസ് വേണമെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് അത് കമൻറ്റ് സെക്ഷനിൽ ചോദിക്കാവുന്നതാണ്. അപ്പോൾ ഇവിടെ ഒഫീഷ്യൽ വെബ്സൈറ്റ് ഉണ്ട്, HTTPS. അപ്പോൾ നമുക്കറിയാലോ CTET.nic.in എന്നുള്ള ആ ഒരു വെബ്സൈറ്റാണ്, ഒഫീഷ്യൽ വെബ്സൈറ്റാണ്. ആ ഒരു വെബ്സൈറ്റ് മുഖേനയാണ് നമ്മൾക്ക് ഈ ഒരു എക്സാമിന് അപ്ലൈ ചെയ്യാൻ സാധിക്കുന്നത്. പിന്നെ അപ്ലൈ ഓൺലൈൻ എന്ന് പറയുന്ന ആ ഒരു സ്പേസ് അവിടെ ഉണ്ടാവും, ഒരു ലിങ്ക് ഉണ്ടാവും. അതിൽ ക്ലിക്ക് ചെയ്യുമ്പോഴത്തേക്കും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ആ ഒരു ഓൺലൈൻ ആപ്ലിക്കേഷൻ ഫോമിലേക്ക് റീഡയറക്റ്റ് ചെയ്യുന്നതാണ്. ആപ്ലിക്കേഷൻ ഫോം നമ്മൾ ഫില്ല് ചെയ്യുക. പിന്നെ രജിസ്റ്റർ നമ്പർ അല്ലെങ്കിൽ ആപ്ലിക്കേഷൻ നമ്പർ വരും, അത് കൃത്യമായിട്ട് നിങ്ങൾ നോട്ട് ചെയ്ത് വെക്കാം. പിന്നെ ലേറ്റസ്റ്റ് ആയിട്ടുള്ള സ്കാൻഡ് ഫോട്ടോഗ്രാഫും സിഗ്നേച്ചറും അപ്ലോഡ് ചെയ്യണം. അതോടൊപ്പം തന്നെ പിന്നെ എന്താണ്, എക്സാമിനേഷൻ ഫീ ഡെബിറ്റ് കാർഡ് അല്ലെങ്കിൽ ക്രെഡിറ്റ് കാർഡ് ഉപയോഗിച്ച് അല്ലെങ്കിൽ നെറ്റ് ബാങ്കിങ് ഉപയോഗിച്ച് ഗൂഗിൾ പേയോ GPയോ നമുക്ക് എന്താണ് നെറ്റ് ബാങ്കിങ് വഴിയൊക്കെ എന്ത് ചെയ്യാം, നമ്മുടെ ഫീ അടയ്ക്കാവുന്നതാണ്. പിന്നെ കൺഫർമേഷൻ പേജ് നമ്മൾ പ്രിൻ്റ് എടുക്കുക, ഫ്യൂച്ചർ റെഫറൻസിന് വേണ്ടിയിട്ട് സൂക്ഷിച്ച് വെക്കാം. അപ്പോൾ ഇവിടെ അറിയേണ്ട കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ എക്സാമിൻ്റെ ഡേറ്റ് ഓൾറെഡി വന്നിട്ടുണ്ട്. അപ്പം നമുക്ക് കൃത്യമായിട്ട് പ്ലാൻ ചെയ്ത് എന്നത്തേക്ക് പഠിച്ച് തീർക്കണം എന്നൊക്കെയുള്ള കാര്യം പ്ലാൻ ചെയ്തെടുക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു സമയമുണ്ട്. ഡേറ്റ് എന്ന് പറയുന്നത് 7/7/2024, അതായത് ജൂലൈ 7-നാണ് ഈ ഒരു പരീക്ഷ നടക്കാനായിട്ട് പോകുന്നത്. ഈ ഒരു എക്സാമിനെ സംബന്ധിച്ചിടത്തോളം ഒരു കൃത്യമായിട്ടുള്ള കാര്യങ്ങൾ ഓൾറെഡി നമുക്ക് പറയും ഇന്ന് എക്സാം നടക്കും എന്നുള്ളതും. അപ്പോൾ എക്സാം ഇനി മാറ്റി വെക്കുമോ? കഴിഞ്ഞ തവണ നമുക്ക് സെറ്റ് എക്സാമോട്ടൊരു ക്ലാഷ് വന്ന സമയത്ത് പലർക്കും ഡൗട്ട് ഉണ്ടായിരുന്നു, ഈ എക്സാം മാറ്റി വെക്കുമോ എന്നൊക്കെ. അവരങ്ങനെ മാറ്റി വെക്കത്തൊന്നുമില്ല. എന്തെങ്കിലും അത്ര അർജൻറ്റായിട്ടുള്ളൊരു കാര്യം വന്നാൽ മാത്രമേ എക്സാം മാറ്റി വെക്കുകയുള്ളൂ, അല്ലെങ്കിൽ ഇത് ഉറപ്പിച്ചോളൂ എന്നാണ്. ജൂലൈ 7-നാണ് പരീക്ഷ. അപ്പോൾ പേപ്പർ 1 ആൻഡ് പേപ്പർ 2 കൊണ്ട് കൃത്യമായിട്ട് മനസ്സിലാക്കി വെക്കുക. പലർക്കും അബദ്ധം പറ്റാറുണ്ട്. പേപ്പർ 2 അപ്ലൈ ചെയ്തവർക്ക് രാവിലെയാണ് പരീക്ഷ. 9:30 മുതൽ 12 noon വരെയാണ്. രാവിലെ 9:30 മുതൽ ഉച്ചയ്ക്ക് 12 മണി വരെ 2.5 മണിക്കൂറാണ് പേപ്പർ 2-ൻ്റെ എക്സാമിനേഷൻ. പേപ്പർ 1 ആണെങ്കിലോ 2 മണി മുതൽ 4:30 വരെ, ഉച്ചയ്ക്ക് 2.5 മണിക്കൂറാണ് പരീക്ഷ. അപ്പോൾ കൃത്യമായിട്ട് മനസ്സിലാക്കി വെക്കാം. നിങ്ങളുടെ അഡ്മിറ്റ് കാർഡ് വരുന്നത് വളരെ എക്സാമിനോട് അടുത്തുള്ള ഒരു സമയത്തായിരിക്കും. മുമ്പേ എന്ത് വരും, ഒരു സിറ്റി ഇൻറ്റിമേഷൻ വരും, ഏത് സിറ്റിയിലാണ് പരീക്ഷ നടക്കാൻ പോകുന്നതെന്നും. ഒരു 2-3 ദിവസം മുമ്പായിരിക്കും അഡ്മിറ്റ് കാർഡ് വരിക. അപ്പോൾ അതിൽ കൃത്യമായിട്ട് ഈ ഒരു ടൈം എപ്പോഴാണെന്നുള്ള കാര്യം അവിടെയും രേഖപ്പെടുത്തിയിരിക്കും. എന്നാലും നിങ്ങൾ അറിഞ്ഞിരിക്കുക, പേപ്പർ 2 എക്സാമിനേഷൻ രാവിലെയും പേപ്പർ 1 എക്സാമിനേഷൻ ഉച്ചയ്ക്കുമാണ്. ഇനി എക്സാം ഫീയുടെ കാര്യം പറയാനാണെങ്കിൽ ജനറൽ കാറ്റഗറി ആണെങ്കിലും OBC ആണെങ്കിലും OBC NCL അതായത് നോൺ ക്രീമി ലെയർ ആണെങ്കിലും ഒരേ ഫീ തന്നെയാണ്. പേപ്പർ 1 ഓർ പേപ്പർ 2 ഏതെങ്കിലും ഒരു പേപ്പർ അപ്ലൈ ചെയ്യുവാണെങ്കിൽ 1000 രൂപയാണ്. 2 പേപ്പറും കൂടെ അപ്ലൈ ചെയ്യുവാണെങ്കിൽ 1200 രൂപയാണ്. ഇനി SC ST അല്ലെങ്കിൽ ഡിഫറെൻറ്റ് ഏബിൾഡ് പേഴ്സൺ ആണെങ്കിൽ പേപ്പർ 1 ഓർ പേപ്പർ 2 ഏതെങ്കിലും ഒന്ന് അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ 500 രൂപയാണ്. 2 പേപ്പറും അപ്ലൈ ചെയ്യണമെങ്കിൽ 600 രൂപയാണ്. നിങ്ങൾ നിങ്ങളുടെ കാറ്റഗറി കറക്റ്റായിട്ട് എൻട്രി ചെയ്ത് കൊടുക്കുന്ന സമയത്ത് നിങ്ങളുടെ ഫീ എത്രയാണെന്നുള്ളത് ഇതുപോലെ കൃത്യമായിട്ട് കാണിക്കും. ആ ഫീ നിങ്ങൾ പേ ചെയ്യുക. ഇനി സ്ട്രക്ചർ ആൻഡ് കണ്ടന്റ് ഓഫ് ദ CTET എക്സാമിനേഷൻ എന്ന് പറഞ്ഞാൽ കൃത്യമായിട്ട് അറിയണം എങ്ങനെയാണ് ഈ ഒരു പരീക്ഷയുടെ സ്ട്രക്ചർ എന്ന് മനസ്സിലാക്കി വേണം നിങ്ങൾ പഠിച്ചു തുടങ്ങാനായിട്ട്. നമുക്ക് മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻസ് ആണ്. അപ്പോൾ അതിൽ ഏറ്റവും സ്യൂട്ടബിൾ ആയിട്ടുള്ള ആൻസർ സെലക്ട് ചെയ്യുക എന്നതാണ്. അപ്പോൾ ഇവിടെ നോക്കിക്കുക, ഒരു ചോദ്യത്തിന് 1 മാർക്കാണ്. പ്രത്യേകം ശ്രദ്ധിക്കുക, നെഗറ്റീവ് മാർക്കില്ല. അപ്പോൾ നമ്മളെപ്പോഴും പറയാറുണ്ട്, നെഗറ്റീവ് മാർക്കില്ലാത്ത എക്സാംസ് ആണെങ്കിൽ എല്ലാ ചോദ്യവും നിങ്ങൾ നിർബന്ധമായിട്ടും അറ്റൻഡ് ചെയ്തിരിക്കണം. ചിലപ്പോൾ നിങ്ങൾ 150 ചോദ്യത്തിൻ്റെ ഉത്തരം അറിയണമെന്നില്ല. അപ്പോൾ നിങ്ങൾക്ക് അറിയാവുന്ന കാര്യങ്ങൾ മാർക്ക് ചെയ്ത ശേഷം നിങ്ങൾ ടൈം സേവ് ചെയ്ത് വെക്കാം. നിങ്ങൾക്ക് അറിയില്ലെങ്കിലും നിങ്ങൾക്ക് ഗസ് ചെയ്യാനും പേടിക്കേണ്ട കാര്യമൊന്നുമില്ല. മാർക്കൊന്നും നഷ്ടപ്പെടത്തില്ല. കിട്ടിയാൽ ഒരു മാർക്ക് കൂടെ എക്സ്ട്രാ കിട്ടിയാൽ നല്ലതല്ലേ. അപ്പോൾ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ആ എക്സ്ട്രാ ഉള്ള ടൈമിൽ ബാക്കിയുള്ള എല്ലാ ആൻസേഴ്സും അറ്റൻഡ് ചെയ്യാം. ഇപ്പോൾ കഴിഞ്ഞ തവണ പരീക്ഷ എഴുതിയവർ നേരിട്ട ഏറ്റവും വലിയ പ്രോബ്ലം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ടൈം അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റാതിരുന്നതാണ്. നമുക്ക് ഈ CTET-ൻ്റെ എക്സാമിനേഷൻ ഇപ്പോൾ ഓഫ്ലൈൻ ആയിട്ടാണ്. അപ്പോൾ വളരെ ബൾക്കി ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ പേപ്പറാണ്. അപ്പോൾ അത് ബൈലിംഗ്വൽ ആണെന്ന് ഓർക്കണം. അപ്പോൾ അതിൻ്റെ കൂടെ എന്താണ്, ഹിന്ദിയും കൂടെ വരുന്നുണ്ട്. അപ്പോൾ ഇംഗ്ലീഷ് ക്വസ്റ്റ്യൻസിൻ്റെ കൂടെ
ഹിന്ദി വരും. അപ്പോൾ അത്രയും പേജുകൾ മറിച്ച് എത്താനായിട്ടുള്ള ആ ഒരു സമയം നിങ്ങൾക്ക് വേണ്ടി വരും. ആ കാര്യം മുൻകൂട്ടി മനസ്സിലാക്കി വെച്ച് കൃത്യമായിട്ട് എക്സാംസ് എഴുതി പ്രാക്ടീസ് ചെയ്ത് തന്നെ നിങ്ങൾ ഈ ഒരു എക്സാമിന് പ്രിപ്പയർ ചെയ്യുക. പിന്നെ 2 പേപ്പർ ഉണ്ടെന്നറിയാം. പേപ്പർ 1 എന്ന് വെച്ച് കഴിഞ്ഞാൽ 1 to 5 ക്ലാസ്സുകളിൽ പഠിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് പേപ്പർ 1. സിമിലർലി പേപ്പർ 2 എന്ന് പറഞ്ഞാൽ 6th to 8th ആണ്. അപ്പോൾ കഴിഞ്ഞതിന് മുമ്പുള്ള എക്സാം വരെ എല്ലാവർക്കും, അതായത് BEdകാർക്കും DLEdകാർക്കും എല്ലാം എന്ത് ചെയ്യായിരുന്നു, പേപ്പർ 1 ആൻഡ് പേപ്പർ 2 എഴുതാമായിരുന്നു. അപ്പോൾ കഴിഞ്ഞ എക്സാം മുതൽ DLEd ഉള്ളവർക്കാണ്, DLEd അല്ലെങ്കിൽ അതിൻ്റെ തത്തുല്യ യോഗ്യത ഉള്ളവർക്കാണ് പേപ്പർ 1 എഴുതാനായിട്ട് സാധിക്കുന്നത്. പേപ്പർ 2 മാത്രമേ BEd ഉള്ളവർക്ക് എഴുതാൻ സാധിക്കുകയുള്ളൂ. അങ്ങനെ ഒരു ചേഞ്ച് വന്നിട്ടുണ്ട്. അപ്പോൾ അത് കൃത്യമായിട്ട് നിങ്ങൾ മനസ്സിലാക്കുക. അപ്ലൈ ചെയ്യുന്ന സമയത്ത് ഇക്വലൻറ്റ് ക്വാളിഫിക്കേഷൻ എന്നുള്ള ഓപ്ഷനൊക്കെ കാണും. പക്ഷേ മനസ്സിലാക്കുക, ഓൾറെഡി ഈ ലോവർ പ്രൈമറി ലെവലിലോട്ട് BEd ഉള്ളവർക്ക് പഠിപ്പിക്കാൻ പാടില്ല എന്ന കോർട്ടിൻ്റെ വിധി വന്നിട്ടുണ്ട്. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഈ ഒരു എക്സാമിൽ ചെറിയൊരു മാറ്റം കഴിഞ്ഞ എക്സാമത്തിൽ നമുക്ക് കാണാൻ കഴിയുന്നത്. ഇനി നമുക്ക് പേപ്പർ 1ൻ്റെ ആ ഒരു ജസ്റ്റ് സിലബസിൻ്റെ കാര്യം വളരെ ബ്രീഫായിട്ടൊന്ന് നോക്കാം. സിലബസിനെ കുറിച്ച് പറയാനാണെങ്കിൽ വളരെ ഡീപ്പായിട്ട് പറയാനുണ്ട്. നല്ല എന്താ പറയുക, ഡീപ്പായിട്ട് നമുക്ക് പഠിക്കാനായിട്ടുള്ളൊരു സിലബസ് തന്നെയാണ്. എന്നും പറഞ്ഞുകൊണ്ട് വളരെ ബുദ്ധിമുട്ടേറിയ പരീക്ഷയൊന്നുമല്ല, കൃത്യമായിട്ട് പഠിച്ചു കഴിഞ്ഞാൽ എളുപ്പം തന്നെയാണ്. അപ്പോൾ നോക്കിക്കേ, 2.5 hours ആണ് നമുക്കറിയാം. 1 to 5 പ്രൈമറി സ്റ്റേജ് 1 to 5 ക്ലാസ്സുകളിൽ പഠിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് പേപ്പർ 1. 5 പാർട്ടായിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. ചൈൽഡ് ഡെവലപ്മെൻറ്റ് ആൻഡ് പെഡഗോജി, മാത്തമാറ്റിക്സ്, എൻവയോൺമെൻറ്റൽ സ്റ്റഡീസ്, ലാംഗ്വേജ് 1 ആൻഡ് ലാംഗ്വേജ് 2. ഇവിടെ എല്ലാം നമ്മൾ കമ്പൽസറി എന്ന് കൊടുത്തിട്ടുണ്ട്. കാര്യം എന്താണെന്ന് വെച്ചാൽ പേപ്പർ 2 വരുമ്പോൾ കമ്പൽസറി അല്ലാത്ത ചോയ്സ് വരുന്നുണ്ട്. അതുകൊണ്ടാണ് ഇവിടെ കമ്പൽസറി എന്ന് കൊടുത്തേക്കുന്നത്. പേപ്പർ 1 എഴുതുന്നവർ ഇത്ര മാത്രം മനസ്സിലാക്കി വെക്കുക, 5 പാർട്ടും കമ്പൽസറി ആണ്. ഈക്വൽ ഡിവിഷനാണ്. 30 ചോദ്യം വെച്ച് 5 പാർട്ട്, 150 ചോദ്യം, 150 മാർക്ക്. ഇനി പേപ്പർ 2ൻ്റെ കാര്യം നോക്കിക്കഴിഞ്ഞാൽ എലമെൻ്ററി സ്റ്റേജിലേക്കുള്ളതാണ്. 6th to 8th ആണ്. 2.5 hours തന്നെയാണ് എക്സാം. ഇവിടെ എത്തുമ്പോൾ ചൈൽഡ് ഡെവലപ്മെൻറ്റ് ആൻഡ് പെഡഗോജി കമ്പൽസറി ആണ്. ഇവിടെ പിന്നെ നമുക്ക് എന്താണ് ഒരു ചോയ്സ് വരുന്നുണ്ട്, മാത്തമാറ്റിക്സ് ആൻഡ് സയൻസ്. മാത്തമാറ്റിക്സ് അല്ലെങ്കിൽ സയൻസ് ടീച്ചേഴ്സ് ആകേണ്ടവർക്ക് വേണ്ടി മാത്തമാറ്റിക്സ് ആൻഡ് സയൻസ് എന്നുള്ള സെക്ഷനും, പിന്നെ സോഷ്യൽ സ്റ്റഡീസ് ഓർ സോഷ്യൽ സയൻസ് എന്നുള്ള സെക്ഷൻ, സോഷ്യൽ സ്റ്റഡീസ് അല്ലെങ്കിൽ സയൻസ് ടീച്ചർ ആകേണ്ടവർക്ക് വേണ്ടിയിട്ടാണ് ഈ ഒരു സെക്ഷനും. അപ്പോൾ അത് കൃത്യമായിട്ട് നിങ്ങൾ അപ്ലൈ ചെയ്യുന്ന സമയം തന്നെ കൊടുക്കേണ്ട ഒരു കാര്യമാണ്. എക്സാം കാർഡിൽ പോയി ചൂസ് ചെയ്യാനൊന്നും പറ്റില്ല, കേട്ടിട്ട് പോലെ. അപ്പോൾ കൃത്യമായിട്ട് നിങ്ങൾ അപ്ലൈ ചെയ്യുന്ന സമയത്ത് ഇത് നോക്കി തന്നെ അപ്ലൈ ചെയ്യുക. അപ്പോൾ ഇവിടെ വ്യത്യാസം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മാത്തമാറ്റിക്സ് ആൻഡ് സയൻസ്, സോഷ്യൽ സ്റ്റഡീസ് ഓർ സോഷ്യൽ സയൻസ് ഉള്ള പാർട്ടിലെ വെയിറ്റേജ് കൂടുതലാണ്. 60 മാർക്ക് വരും. 60 മാർക്കിൽ നമുക്ക് സബ്ജക്റ്റും വരും, അതോടൊപ്പം കുറച്ച് പെഡഗോജി വരും. പിന്നെ ലാംഗ്വേജ് 1 ആൻഡ് ലാംഗ്വേജ് 2 കമ്പൽസറി ആണ്. ഇവിടെ 150 ചോദ്യം, 150 മാർക്കും. ഈ ലാംഗ്വേജ് 1 and 2 കമ്പൽസറി എന്ന് വരുമ്പോഴത്തേക്ക് ഒരുപാട് പേർക്ക് ഡൗട്ട് വരാറുണ്ട്, എങ്ങനെയാണ് ഈ ലാംഗ്വേജ് ചൂസ് ചെയ്യേണ്ടതെന്ന്. നമുക്ക് കൃത്യമായിട്ടും ഒരു 20 ലാംഗ്വേജ് 20 കോഡുകൾ അവർ തന്നിട്ടുണ്ട്. പൊതുവേ നമ്മൾ കേരളത്തിൽ നിന്ന് എഴുതുന്നവർ ചൂസ് ചെയ്യുന്നത് ഇംഗ്ലീഷ് ആൻഡ് മലയാളമാണ്. കോഡ് 1 ഇംഗ്ലീഷ് വരുന്നുണ്ട്, കോഡ് 9 വന്നിട്ട് മലയാളമാണ്. അപ്പോൾ കൃത്യമായിട്ട് നമുക്ക് പേപ്പർ 1 ഇംഗ്ലീഷ്, പേപ്പർ 2 മലയാളം എന്ന് വെച്ചാലും തിരിച്ച് വെച്ചാലും പ്രോബ്ലം ഒന്നുമില്ല. ഒരേ രീതിയിലാണ് ക്വസ്റ്റ്യൻ്റെ ഒരു വെയിറ്റേജും ഒരു ഡിഫിക്കൽട്ടി ലെവലും എല്ലാം ഒരുപോലെ തന്നെയാണ്. അപ്പോൾ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ലാംഗ്വേജ് 1 ആയിട്ടോ ലാംഗ്വേജ് 2 ആയിട്ടോ ഇംഗ്ലീഷ് ചൂസ് ചെയ്യാം, അടുത്ത എന്ത് ചെയ്യാം, മലയാളം ചൂസ് ചെയ്യും. ഇനി ഹിന്ദി വേണമെന്നുള്ളവർക്ക് ഹിന്ദിയും ചൂസ് ചെയ്യാനായിട്ടുള്ളൊരു അവസരമുണ്ട്. അപ്പോൾ ഏത് നമുക്ക് ലാംഗ്വേജ് വേണമെങ്കിലും റീജിയണൽ ലാംഗ്വേജ് ഏതാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ചൂസ് ചെയ്യാം. ഇനി ക്വാളിഫയിങ് മാർക്കിനെ കുറിച്ച് ഒരു സംശയം വേണ്ട, 60% ആണ്. 60% ആണ് നമുക്ക് ക്വാളിഫിക്കേഷൻ മാർക്ക് എന്ന് പറയുന്നത്. പിന്നെ നിങ്ങളുടെ കാറ്റഗറി അനുസരിച്ചുള്ള റിലാക്സേഷൻ നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. പിന്നെ നമുക്ക് പറയേണ്ട ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ സ്കൂൾ മാനേജ്മെൻറ്റുകൾ ചിലപ്പോൾ SC ST OBC കണ്ടില്ലേ, അപ്പോൾ ഈ ഒരു അല്ലെങ്കിൽ ഡിഫറെൻ്റ്ലി ഏബിൾഡ് പേഴ്സൺസിൻ്റെ കാര്യമൊക്കെ വരുമ്പോഴത്തേക്കും ഈ റിസർവേഷൻ പോളിസി അനുസരിച്ചുകൊണ്ട് നമുക്ക് കിട്ടിയ സ്കോറും റിസർവേഷൻ പോളിസിയും തമ്മിൽ നോക്കിയിട്ട് അവിടെ എന്താണ് അവർക്ക് കൺസിഡർ ചെയ്യാനായിട്ടുള്ള ഒരു അധികാരം കൊടുത്തിട്ടുണ്ടെന്നുള്ള കാര്യം നിങ്ങളൊന്ന് ഓർക്കുക. പിന്നെ നമ്മളാണെങ്കിൽ ക്വാളിഫയിങ് CTET ഉണ്ട്. നമ്മളിപ്പോൾ CTET ക്വാളിഫൈ ചെയ്തു എന്നതുകൊണ്ട് നമുക്ക് ഇവിടെ നിർബന്ധമായിട്ടും റിക്രൂട്ട്മെൻറ്റ് കിട്ടണം അല്ലെങ്കിൽ നമുക്ക് ആ എംപ്ലോയ്മെൻറ്റ് കിട്ടണം എന്ന് പറയാൻ കഴിയില്ല. കാരണം ഇതൊരു ക്വാളിഫയിങ് എക്സാമിനേഷനാണ്. അപ്പോൾ നമുക്ക് എന്താണ് ഈ ഒരു റിക്രൂട്ട്മെൻറ്റോ എംപ്ലോയ്മെൻറ്റോ ഉറപ്പ് തരുന്ന ഒരു കാര്യമല്ല ഈ CTET എക്സാമിനേഷൻ പാസ് ആവുന്നതെന്ന് പ്രത്യേകം അവരൊരു ക്ലോസ് കൊടുത്ത് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ആ കാര്യം നിങ്ങളൊന്ന് മനസ്സിലാക്കി വെക്കുക. ജസ്റ്റ് എന്താണ്, ഇതൊരു എലിജിബിലിറ്റി ക്രൈറ്റീരിയ മാത്രമാണ്. അപ്പോയിൻമെൻറ്റിന് വേണ്ടിയിട്ടുള്ള ഒരു
എലിജിബിലിറ്റി ക്രൈറ്റീരിയ ആണ്. ജോലി കിട്ടാനായിട്ട് ചിലപ്പോൾ മറ്റ് പരീക്ഷകൾ കൂടെ എഴുതേണ്ടി വരും. നമ്മൾ പറഞ്ഞ പോലെ ഇപ്പോൾ നവോദയോ KVO EMRS ഒക്കെ വിളിക്കുന്ന സമയത്ത് ആ പരീക്ഷയ്ക്ക് അപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള നമ്മുടെ യോഗ്യത മാത്രമാണ് CTET എക്സാമിനേഷൻ പാസ്സാവുക എന്നുള്ളത്. ഇനി അവരുടെ ഓൾറെഡി ഇൻഫർമേഷൻ ബുള്ളറ്റിനിൽ ഏകദേശം ഡേറ്റുകളെല്ലാം അവർ തന്നിട്ടുണ്ട്. നമുക്ക് ഓൺലൈൻ ആപ്ലിക്കേഷൻ സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞു. 7/3/2024 മുതൽ സ്റ്റാർട്ട് ചെയ്തു. എന്ന് വരെ അപ്ലൈ ചെയ്യാം? 2/4/2024 ഏപ്രിൽ 2 വരെ നമുക്ക് അപ്ലൈ ചെയ്യാനായിട്ടുള്ള സമയമുണ്ട്. പിന്നെ ഫീ അടയ്ക്കാനും ആ ദിവസം തന്നെയാണ്, 2/4/2024 തന്നെ നിങ്ങൾ ഫീയും അടച്ചിരിക്കണം. പിന്നെ കറക്ഷൻസ്, അപ്പം നമുക്കിവിടെ നോക്കിക്കേ, കറക്ഷൻ എന്തെങ്കിലും മിസ്റ്റേക്ക് വന്നു കഴിഞ്ഞാൽ നിങ്ങൾ ഒരു കാരണവശാലും ടെൻഷൻ അടിക്കേണ്ട. അപ്ലൈ ചെയ്യുന്ന സമയത്ത് പലർക്കും പറ്റുന്നതാണ് ഇനിഷ്യലിൻ്റെ കാര്യത്തിൽ, അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ ഡീറ്റെയിൽസ് എൻ്റർ ചെയ്യുന്ന സമയത്തൊക്കെ തെറ്റാറുണ്ട്. അപ്പോൾ ടെൻഷൻ അടിക്കേണ്ട. പക്ഷേ ഓർത്ത് വെച്ചോണം, 8/4/2024 12/4/2024, അതായത് ഏപ്രിൽ 8-നും ഏപ്രിൽ 12-നും ഇടയ്ക്കായിട്ട് സൈറ്റ് നിങ്ങൾക്ക് വീണ്ടും ഓപ്പൺ ചെയ്ത് കിട്ടും. ആ സമയത്ത് എന്തെങ്കിലും മിസ്റ്റേക്സ് ഉണ്ടെങ്കിൽ തിരുത്തുക. അതിനുശേഷം ഒരു കറക്ഷനും അനുവദിക്കുന്നതല്ല. ഇനി അഡ്മിറ്റ് കാർഡ് എപ്പം വരും? നമുക്ക് എക്സാമിനേഷന് 2 ദിവസം മുമ്പ് മാത്രമേ അഡ്മിറ്റ് കാർഡ് വരികയുള്ളൂ. എക്സാമിനേഷൻ ഡേറ്റ് 7/7/2024 സൺഡേ ആണ്. പിന്നെ ഡിക്ലറേഷൻ ഓഫ് റിസൾട്ട് മിക്കവാറും ഒരു ടെൻറ്റേറ്റീവ് ഡേറ്റ് ആണ് അവർ തന്നേക്കുന്നത്. ഒരു August 2024 എൻഡോട് കൂടി തന്നെ നമുക്ക് റിസൾട്ട് പബ്ലിഷ് ചെയ്യുന്നതായിരിക്കും. പിന്നെ നമ്മുടെ ഒരു പേപ്പർ 1 ആൻഡ് പേപ്പർ 2-ൻ്റെ നമ്മുടെ ഒരു ടൈം എങ്ങനെയാണ് നിങ്ങൾ എക്സാം ഹാളിൽ എത്തേണ്ടത്, അഡ്മിറ്റ് കാർഡ് ചെക്ക് ചെയ്യുന്ന സമയം, എത്ര മണിക്ക് ബുക്ക്ലെറ്റ് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യും തുടങ്ങിയ കാര്യങ്ങളൊക്കെ ഇൻഫർമേഷൻ ബുള്ളറ്റിനിൽ അവർ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. നിങ്ങളുടെ ഹാൾ ടിക്കറ്റ് വരുന്ന സമയത്തും കൃത്യമായിട്ടും ഈ കാര്യങ്ങളൊക്കെ അവിടെ ഉണ്ടായിരിക്കുന്നതാണ്. അപ്പോൾ നിങ്ങൾ ടെൻഷനൊന്നും അടിക്കേണ്ട, സമയം കൃത്യമാക്കി മനസ്സിലാക്കി വെക്കുക. കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാ സിറ്റീസിലും നമുക്ക് എക്സാമിനേഷൻ സെൻറ്റർ ഇല്ല. പൊതുവെ കേരളത്തിലെ എക്സാമിനേഷൻ സെൻറ്ററുകൾ 3 ജില്ലകൾ മാത്രമാണ് വരുന്നത്. അപ്പോൾ നമ്മൾ കുറച്ചധികം ട്രാവൽ ചെയ്യേണ്ടി വരും. അതുകൊണ്ട് കൃത്യമായിട്ടുള്ള ഒരു സജ്ജീകരണങ്ങളൊക്കെ നിങ്ങൾ ഈ ഒരു എക്സാം എഴുതാൻ പോകാനായിട്ട് റെഡിയാക്കുക. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമ്മുടെ CTET എക്സാമിനേഷനെ കുറിച്ച് ബേസിക്കായിട്ട് അറിഞ്ഞിരിക്കേണ്ടത്. നമ്മുടെ പുതിയ എഡ്യൂക്കേഷൻ പോളിസിയൊക്കെ വന്നു അല്ലേ, അപ്പോൾ നമുക്ക് എപ്പോഴും എല്ലാ എലിജിബിലിറ്റി ടെസ്റ്റുകളും നമ്മൾ പാസ്സായിരിക്കുന്നതായിരിക്കും ഏറ്റവും സേഫായിട്ടുള്ള കാര്യം. നമ്മുടെ ഒരു ടീച്ചിങ് എന്നുള്ള പോസ്റ്റിലേക്ക് ഏറ്റവും ബെസ്റ്റായിട്ടുള്ള, ഏറ്റവും ക്വാളിഫൈഡ് ആയിട്ടുള്ളവർ മാത്രം വന്നാൽ മതി എന്നാണ് നമ്മുടെ ഒരു പുതിയ എഡ്യൂക്കേഷൻ പോളിസി നിഷ്കർഷിക്കുന്നത്. അപ്പോൾ അതനുസരിച്ചുള്ള ക്വാളിഫിക്കേഷൻസ് നേടിയെടുക്കുക എന്നതാണ് ഏറ്റവും പ്രധാനമായിട്ട് നമ്മൾ ചെയ്യേണ്ടത്. ടീം I+നെ സംബന്ധിച്ചിടത്തോളം നമ്മൾ CTET പേപ്പർ 1-ൻ്റെയും പേപ്പർ 2-ൻ്റെയും കോഴ്സുകൾ ലോഞ്ച് ചെയ്തിട്ടുണ്ട്. എക്സ്ക്ലൂസീവ്ലി നമ്മുടെ മദർ ടങ്ങിൽ കംപ്ലീറ്റ് ആയിട്ടുള്ള എൻ്റെ ടോപ്പിക്സ് നിങ്ങൾക്ക് പഠിക്കാനായിട്ടുള്ള മെറ്റീരിയൽസ്, വീഡിയോ ക്ലാസ്സും നോട്ട്സും, അതോടൊപ്പം തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എക്സാംസും, ഓരോ ടോപ്പിക്കിൽ നിന്നും എക്സാംസും ഒക്കെ ആയിട്ട് നമ്മുടെ കോഴ്സ് അറേഞ്ച് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് നമ്മുടെ ഡെമോ ക്ലാസ്സുകളൊക്കെ കണ്ടു നോക്കാം. നമ്മുടെ കോഴ്സിനെ കുറിച്ചൊക്കെയുള്ള ഡീറ്റെയിൽസ് ഒക്കെ അറിയണമെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ നമ്മുടെ ബോർഡ് നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ മതി. അപ്പോൾ ഇത്തവണത്തെ CTET എക്സാം തന്നെ എല്ലാവർക്കും എഴുതിയെടുക്കാൻ സാധിക്കട്ടെ. താങ്ക് യു ഓൾ.